ടെൻഷൻ അടിക്കണ്ട, ഞാൻ സംസാരിച്ചോളാം. ഞാൻ ഡോക്ടർ തോമസ് പോൾ. ഉത്തരേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് എനിക്ക് പരിചയമുള്ളൊരു പയ്യന്. അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയെന്നറിഞ്ഞു. വിവരമൊന്നും അറിയാമെന്ന് കരുതി വന്നതാ. ആള് കൂടെ വന്നിട്ടുണ്ടോ? പ്രകാശ, എന്റെ മോന എവിടായിരുന്നു മോനെ? കണ്ണടയുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് കണ്ട മാപ്പ് പറയാൻ കഴിയണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും അച്ഛന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നേരിൽ കണ്ടിട്ടില്ലെങ്കിലും എല്ലാരെയും അറിയാം, പ്രകാശം പറഞ്ഞിട്ട്. ആ, ഇവന് ആശിച്ചൊരു ജീവിതം ഇല്ലാണ്ട് പോകാൻ കാരണം ഞാനാ. സത്യം എന്തെന്നറിയാതെ ഞാൻ ചെയ്തു പോയൊരു തെറ്റ്. അച്ഛൻ എന്നോട് അങ്ങനെയൊന്നും പറയരുത്. ഒക്കെ എന്റെ വിധിയെന്ന് ഞാൻ കരുതിയിട്ടുള്ളൂ. നീ പറഞ്ഞത് നേരാ. ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് മോളിലൊരാള് കണക്കുകൂട്ടി വെച്ചിട്ടുണ്ട്. വാസുട്ടാ, ഇപ്പോ വെറും വാസുവേട്ടൻ മാത്രമല്ല, അമ്പിളിയെ വിവാഹം ചെയ്തത് വാസുവേട്ടന്റെ മകൻ നന്ദന. അവനിപ്പോ ഇവിടെ ജോലി. അതാ ഞാൻ പറഞ്ഞത് ഈശ്വരന്റെ തീരുമാനമൊന്നും പിഴക്കില്ലെന്ന്. ഇല്ലെങ്കിൽ നന്ദനും അമ്പിളി ഇവിടെ താമസിക്കാനും പൊന്നുവിനെ ചികിത്സയ്ക്കായി ഇവിടെ കൊണ്ടുവരാനും നിന്റെ കൺമുമ്പിൽ അവളെ എത്തിക്കാനും ഒക്കെ നിശ്ചയിച്ചത് ആരാ? പൊന്നൂന് എന്താ പറ്റിയേ? അന്ന് നീ അവളോട് യാത്ര പറഞ്ഞിറങ്ങിപ്പോയതിന്റെ പിറ്റേന്ന് നമുക്ക് പോവാം. പ്രകാശം പാവ, അവൻ പറഞ്ഞിട്ടല്ല ഞാൻ പോലീസിനെ വിളിച്ച് പറഞ്ഞത്. നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി എന്റെ വെളിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാ. എന്നോട് പൊറുക്കണം. ഞാൻ പറഞ്ഞത് സത്യം. ഒരു മരണമൊഴി പോലെ ഷാജി പറഞ്ഞ സത്യങ്ങൾ കേട്ട് അന്ന് കുഴഞ്ഞു കിടന്ന പൊന്നു. പിന്നെ അവൾ ഒരു വാക്ക് മിണ്ടിയിട്ടില്ല, കരഞ്ഞിട്ടില്ല. ഒരു തരം മരവിപ്പായിരുന്നു. അങ്ങനെ ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടാൻ ആരാ സമ്മതിക്കുക? വിവാഹം മുടങ്ങി. ഉള്ളില് ബോധമുണ്ട്, പക്ഷെ പുറത്തേക്കൊന്നും കാണിക്കാൻ വയ്യ. അവളൊന്ന് കരഞ്ഞാൽ എന്തെങ്കിലും ഒരു വാക്ക് മിണ്ടിയാൽ ഭേദമാക്കാവുന്ന ഡോക്ടർമാർ പറയുന്നത്. കഴിഞ്ഞ 4 വർഷമായി നിന്റെ അച്ഛൻ അവളെ കൂട്ടി ചികിത്സയ്ക്കായി പോകാത്ത സ്ഥലങ്ങളില്ല, കാണാത്ത ഡോക്ടർമാരില്ല. അപ്പോ പൊന്നുന്റെ അച്ഛൻ പോയി. മകളുടെ അവസ്ഥ കണ്ട് മനം നൊന്താ മരിച്ചത്. മഹാദേവൻ പോയതോടെ പൊന്നും ആരോരുമില്ലാത്ത ഒരു അവസ്ഥയിലായി. ഉള്ളതൊക്കെ കൈക്കലാക്കാൻ കാത്തിരുന്ന അനുജന്മാർ അവളെ മനോരോഗ ആശുപത്രിയിലേക്ക് തള്ളി. അവിടെ നിന്നാ നിന്റെ അച്ഛൻ അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇവർ നാട്ടിലേക്ക് തിരിക്കാൻ ഒരുങ്ങുകയായിരുന്നു. ടിക്കറ്റ് ഏർപ്പാടാക്കാൻ നന്ദൻ സ്റ്റേഷനിലേക്ക് പോയിരിക്കുക. പൊന്നുനെ കാണണ്ടേ നിനക്ക്? മോളെ, എല്ലാം അറിഞ്ഞിട്ടാ മോൻ ചെല്ല. ഇത് ഞാൻ
മറക്കാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. പക്ഷെ നിന്നെ മറക്കാൻ എനിക്ക് കഴിയില്ല. എന്നോട് നിങ്ങൾ പറ പൊന്നു. ചേച്ചി ദാറ്റ്സ് എ ഗുഡ് സൈൻ. നേരവും വൈകി. ബാഗ് എവിടെ? ഒരു സാധനം ഒരു സ്ഥലത്ത് വെച്ച കാണുകയില്ല. പൊന്നോ, പൊന്നുന്റെ ബാഗ് എവിടെ? ഈ മനുഷ്യന്റെ ഒരു കാര്യം എന്താ? എന്റെ കണ്ണട എവിടെ? കണ്ണടയല്ലേ മുഖത്തിരിക്കുന്നേ? അതല്ല, അച്ഛൻ എവിടെയെന്ന്? അമ്പലത്തിൽ പോയി. ഓഹോ, ഇന്ന് കടയിൽ ചരക്കെടുക്കാൻ പോകേണ്ട ദിവസം. ഒരു കൈസഹായത്തിന് കൂടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് യമണ്ടൻ രാവിലെ മുങ്ങിയല്ലേ? ആ ബാഗ് നീ അതും ഞാൻ മറന്നു. പൊന്നിയാ ഇറങ്ങണേ. ആ, അച്ഛൻ എത്തിയോ? ഞാൻ രാവിലെ അമ്പലം വരുന്നു. ആ, അച്ഛൻ ഇങ്ങനെ അമ്പലം ഭഗവാനൊക്കെ ആയിട്ട് നടന്നു. ബാക്കിയുള്ളവൻ അനുഭവിക്കുന്ന ടെൻഷൻ അച്ഛൻ അറിയണ്ടല്ലോ. മോനെ, നമ്മൾ ചെയ്യേണ്ട കർമ്മം നമ്മൾ ചെയ്യുക. ബാക്കിയൊക്കെ ഈശ്വരൻ വാരി കോരി തന്നോളൂ. നീ ധൈര്യമായിട്ട് പോ. ഞാൻ ഇറങ്ങണം. നടന്നു പോണമെന്നില്ല. എന്റെ സ്കൂട്ടറുണ്ട്, എടുത്തോ. എന്റെ ദൈവമേ,